ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പ് ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ചില ISL ക്ലബ്ബുകൾ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്, എന്നാൽ ചില ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല. അതേസമയം മോഹൻ ബഗാനെ പോലെയുള്ള ചില ക്ലബ്ബുകൾ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ബംഗാളി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഡ്യൂറൻഡ് കപ്പ് എന്ന കിരീടം സ്വന്തമാക്കാൻ തന്നെയാണ് മോഹൻ ബഗാന്റെ ഉദ്ദേശം, അതല്ലെങ്കിൽ പ്ലാൻ. അതിന് വ്യക്തമായ ഒരു രൂപരേഖ അവരുടെ മുന്നിലുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ജൂലൈ 31 നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുഹമ്മദൻ SCയെയാണ് മോഹൻ ബഗാൻ നേരിടുക. ആ മത്സരത്തിൽ മോഹൻ ബഗാന് വേണ്ടി റിസർവ് ടീമാണ് കളിക്കുക. ഓഗസ്റ്റ് 4 BSFനെതിരെ മോഹൻ ബഗാൻ കളിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ചില സീനിയർ ടീം ഇന്ത്യൻ താരങ്ങൾ മോഹൻ ബഗാന് വേണ്ടി കളിക്കും. അതായത് മോഹൻ ബഗാന്റെ സീനിയർ സ്ക്വാഡിൽ ഉള്ള ചില പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ആ മത്സരത്തിൽ വേണ്ടി കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം 10 ആയിരിക്കും ഡയമണ്ട് ഹാർബറിനെതിരെ അവസാനത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരം മോഹൻ ബഗാൻ കളിക്കുക. ഈ മത്സരത്തിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇന്ത്യൻ ടീമിനെ ആയിരിക്കും മോഹൻ ബഗാൻ ഇറക്കുക. അതായത് അവരുടെ സീനിയർ ടീമിലെ എല്ലാ ഇന്ത്യൻ സൂപ്പർ താരങ്ങളും ഈ മത്സരത്തിൽ കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം നോക്കൌട്ട് മത്സരങ്ങളാണ് വരുന്നത്. അപ്പോൾ വിദേശ താരങ്ങൾ കൂടി അവർക്ക് വേണ്ടി കളിക്കും. ഏറ്റവും മികച്ച ടീമിനെയാണ്, അതല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ടീമിനെയാണ് നോക്കൌട്ട് മത്സരങ്ങളിൽ അവർ ഇറക്കുക. അതായത് എതിരാളികൾക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. മോഹൻ ബഗാൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നീട് തടയുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരിക്കും. കാരണം ഏറ്റവും മികച്ച ടീമിനെ, വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ച ടീമിനെ അവർ ഇറക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ആ ഡ്യൂറൻഡ് കപ്പ് കിരീടത്തെ നിസ്സാരമായി കാണാൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.